പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നിടത്തേക്ക്, ആശ്വാസം കിട്ടുന്നുവെന്ന് മനുഷ്യർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നിടത്തേക്ക് മനുഷ്യരിങ്ങനെ ഇരച്ചു കയറുന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ ഒരു വചനം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടുള്ള അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. കർത്താവിൻ്റെ പ്രയാസം എന്താണെന്നറിയാവോ? നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടല്ല വരണത്, എന്നെ തേടിയല്ല വരണത്. പീലിപ്പോസിനോട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് പീലിപ്പോസെ, നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞ കർത്താവിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോടും ദാഹത്തോടും കൂടി അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യരൊന്നുമല്ല പള്ളി നിറയ്ക്കുന്നത്. നമുക്കറിയാലോ. നീണ്ട ലിസ്റ്റുമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നമ്മളോട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ ഇതൊരു വാൺ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ലേ. പലതിനെയും പലരെയും ഇങ്ങനെ കർത്താവിന് മുകളിലായിട്ട് പ്രതിഷ്ഠിച്ച് പല അനുഷ്ഠാനങ്ങളെയും പല ആചാരങ്ങളെയും പരിശുദ്ധ കുർബാനയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞ് ചിന്തിച്ച് മനുഷ്യർ ജീവിച്ചു തുടങ്ങുന്നുണ്ട്. നൊവേനപ്പള്ളികളിൽ അന്യമതസ്ഥരായിട്ടുള്ള മനുഷ്യർ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന വലിയൊരു സങ്കടം ഇതാണ്. അവരെ കർത്താവിനെ അറിയാതെയാണല്ലോ പോണേ. അന്തോണീസ് ഉണ്ണിയാളിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ഇവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ, യൂദാസ്ലീഹ ചെയ്തു തന്ന മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ നൊവേന സെൻറ്ററുകളിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ, പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് ക്രിസ്തുവിനെ ആണെങ്കിൽ ആ കർത്താവിനെക്കുറിച്ച് ഓരോ ഓർമ്മപ്പെടുത്തലും ആ കർത്താവിൻ്റെ പരിപാലനയെക്കുറിച്ചുള്ള വലിയ വചനങ്ങളുമൊക്കെ ഈ മനുഷ്യരുടെ ഉള്ളിലേക്ക് കൊടുക്കാതിരുന്നാൽ, കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയണത് പോലെ, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ആരെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടതെന്നും ആരിലേക്കാണ് ഈ മനുഷ്യർ എത്തിച്ചേരേണ്ടതെന്നും ആരിലേക്കാണ് നമുക്ക് ശരിയായിട്ട് ചെന്നെത്തേണ്ടതെന്നൊക്കെയുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ നിയമത്തിൽ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ട ഇസ്രായേൽ ജനത ഇതേ പിത്തള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങുന്നൊരു കാര്യമുണ്ട്. കാരണം ഇതാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നുള്ള ചിന്തയിൽ മനുഷ്യർ ആരാണോ ഈ പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആ ദൈവത്തെ മറന്നു പോകുമ്പോൾ അഹാബ് രാജാവാണെന്ന് തോന്നുന്നു പിന്നീട് അത് തകർത്ത് കളയണത്. തകർക്കപ്പെടേണ്ടത് തന്നെയാണെന്നേ. ദൈവത്തേക്കാൾ മുകളിലായിട്ട് മറ്റൊന്നും പ്രതിഷ്ഠിക്കപ്പെടാൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടയാളങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ള ദൈവത്തെ കാണാതെ പോകുമ്പോൾ ഇത് ദുഷിച്ച തലമുറയാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ഡാവിഞ്ചിയുടെ വലിയൊരു പെയിൻറ്റിങ് ഉണ്ടല്ലോ. കർത്താവ് ഇങ്ങനെ അന്ത്യത്താഴത്തിൻ്റെ ആ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ കർത്താവ് കാസ ഉയർത്തി പിടിച്ചിരിക്കുന്നു. മനോഹരമായിട്ടുള്ളൊരു കാസയാണ് അദ്ദേഹം കയ്യിൽ വരക്കണേ. ഒരു ഗോൾഡൻ കളറല്ലേ. പിക്ചർ കാണാൻ വരുന്നവരൊക്കെ പറയണത് അതിനെക്കുറിച്ചിട്ട്, എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ആ കാസ പാനപാത്രം വരച്ചു വെച്ചിരിക്കുന്നത്. 2-3 പേര് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചായ മുക്കി ആ കാസ അങ്ങ് മായ്ച്ചു കളയുന്നുണ്ട്. അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യർ, എന്ത് ഭംഗിയായിരുന്നു അതിന്, മറ്റൊരാൾക്കും അതുപോലെ വരയ്ക്കാൻ സാധിക്കില്ല, പിന്നെ എന്തുകൊണ്ട്? അയാൾ പറയും, ഈ ചിത്രത്തിൽ ക്രിസ്തുവിനേക്കാൾ ഭംഗിയുള്ള, ക്രിസ്തുവിനേക്കാൾ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊന്നും ഉണ്ടാകരുത്. പരിശുദ്ധ മാതാവിൻ്റെ ജപമാലയുടെ മാസമാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയേക്കാൾ ജപമാലയിലേക്ക് ഇങ്ങനെ മാത്രമായിട്ട് ഫോക്കസ്ഡായി പോകുന്നുണ്ടോയെന്ന് ആലോചിച്ചുകൊണ്ട്. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായെന്നും ഈ ഒരു ജപമാല ഗീതിയുണ്ടല്ലോ. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല പള്ളികളിലും. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു,
ഇതിനകത്ത് ഈശോ എവിടെ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് നിർത്താണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അമ്മയുടെ ഇഷ്ടം എന്തായിരിക്കും? ഈ ജപമാലയിലൂടെ ഈശോയിലേക്ക്, തൻ്റെ തിരുക്കുമാരനിലേക്ക് എത്തിച്ചേരണമെന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ? എന്നിട്ട് ആ ഈശോയെ ഒഴിവാക്കിയുള്ള പ്രാർത്ഥന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്നാണോ വിചാരിക്കണേ? ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ പരിശുദ്ധ മാതാവിനേക്കാൾ വലിയവൻ. ആ ഈശോയിലേക്ക് ചെല്ലണം, ചെന്നേ പറ്റുള്ളൂ. പരിശുദ്ധ ജപമാലയിൽ നമ്മളിങ്ങനെ മുഴുവൻ ആശ്രയവും വെക്കുമ്പോൾ ഈ ജപമാല പ്രാർത്ഥന എന്നെ പരിശുദ്ധ കുർബാനയിലേക്കും അൾത്താരയിലേക്കും അവിടുത്തെ ജീവനുള്ള കർത്താവിങ്കലേക്കും എത്തിക്കാൻ വേണ്ടി കൂടിയുള്ളതാണെന്ന് മറന്നു പോകരുതെന്നേ. ഈശോയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കട്ടെ എന്ന് ജപമാലയടക്കം ഓരോ നൊവേന കേന്ദ്രങ്ങളിലും പറഞ്ഞല്ലോ. ആ വിശുദ്ധന്മാരെ മാത്രം മനസ്സിലാക്കിയാണ് മറ്റു മനുഷ്യർ പോകുന്നതെങ്കിൽ, അവിടെ നിന്ന് കടന്നു പോകുന്ന മനുഷ്യരുടെ ഉള്ളിൽ ക്രിസ്തു കയറുന്നില്ലെങ്കിൽ നിർത്തണമെന്നേ. ശരിക്കും ഈശോയിലേക്ക് എത്തിച്ചേർക്കാത്തത് എന്തും വിഗ്രഹാരാധനയാണ്. തമ്പുരാനിലേക്ക് ഓരോ പ്രാർത്ഥനകളും ഓരോ നൊവേനയും ഓരോ ജപമാലയും നമ്മളെ എത്തിക്കട്ടെ എന്നുള്ള ഇങ്ങനെ നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടിയാണ് അച്ഛനത് പറയണേ. പരിശുദ്ധ മാതാവ് വലിയ സന്തോഷത്തോടുകൂടെ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. ജപമാലയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുന്ന ഓരോരുത്തരെയും അമ്മ ഇങ്ങനെ വലിയ സന്തോഷത്തോടുകൂടെ നിറഞ്ഞ വാത്സല്യത്തോടുകൂടെ നോക്കി നിൽക്കുന്നുണ്ടാവും. എന്നാൽ ഈ നൊവേനകളിലും ജപമാലകളിലും മാത്രം കുരുങ്ങിപ്പോവുകയും പരിശുദ്ധ കുർബാനയിലേക്കും ഈശോയിലേക്കും എത്തിച്ചേരാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നോക്കി അമ്മ സങ്കടപ്പെടുന്നുണ്ടാവും. ഇതാ ഇവിടെ മറ്റെല്ലാ വിശുദ്ധരെക്കാളും വലിയവനായ സർവശക്തനായ ദൈവം, അവനിങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഇത്രയും നാൾ ഞാൻ ഉരുക്കഴിച്ച എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ തമ്പുരാനെ ജീവനുള്ളവനായി കാണാനുള്ള വിശ്വാസത്തിലേക്ക് എന്നെ നയിക്കട്ടെ എന്നുള്ള, ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുപോകട്ടെ എന്നുള്ള വലിയ ആഗ്രഹം നിറഞ്ഞ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാനായി മുട്ടിന്മേൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവ് നമ്മളെ കരം പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഈശോയിലേക്ക്. ഓരോ വിശുദ്ധന്മാരും ഓരോ വിശുദ്ധകളും കർത്താവിങ്കിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടികളായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ ഒന്നും വേണ്ടെന്ന് വെക്കാനായിട്ടല്ല പറയണത്, നേരെ മറിച്ച് അവരുടെ കൂട്ടുകൂടി അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ അവർ കണ്ടെത്തിയ, അവരാഴമായി വിശ്വസിച്ച, ജീവൻ പോലും കൊടുക്കാനായി തയ്യാറായ ആ കർത്താവിനെ അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും അവർ വിശ്വസിച്ചത്ര കണക്ക് ആഴത്തിൽ വിശ്വസിക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, തിരിച്ചറിവോടും തെളിച്ചത്തോടും കൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥം വഴി തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.